ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഹായ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും നാളെ കൂടിക്കാഴ്ച നടത്തുന്നു. ധാതു നിക്ഷേപ കരാറായതോടെ നിലപാട് മാറ്റുന്നു. ട്രംപ് സെലൻസ്കിയെ പ്രശംസിക്കുകയാണ്. പി ജെയിംസ് ഇന്നലെ ഈ BBC-യുടെ റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ നേരത്തെ സെലൻസ്കിയെ വിളിച്ച ഡിക്റ്റേറ്റർ എന്നാണല്ലോ. അപ്പോൾ ട്രംപ് പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞെങ്കിൽ അത് അത്ഭുതകരമാണ് എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് നിലപാട് മാറ്റി. കച്ചവടം കണ്ടാൽ ട്രംപിന് എന്ത് നിലപാട് മാറ്റും? സോറി ഹാഷ്മി, നമ്മൾ എപ്പോഴും പറയുന്നതാണ് ട്രംപിനെ കുറിച്ച്. ഈ ട്രംപ് അടിമുടി കച്ചവടക്കാരനാണ്. വാക്ക് മാറ്റി പറയാൻ ഒരു പ്രശ്നവുമില്ല. ഈ സെലൻസ്കിയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ സെലൻസ്കിയെക്കുറിച്ച് അദ്ദേഹം ഒരു ഏകാധിപതിയാണ്, ഒരു കൊമേഡിയനാണ്, ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നു അദ്ദേഹം ഭയങ്കര റെസ്പെക്റ്റഡ് ആണ്, ബഹുമാന്യനാണ്. അദ്ദേഹം യുക്രൈനിൽ വളരെ ഞങ്ങൾ കാശ് കൊടുത്തു, പക്ഷേ പോരാട്ടം നയിച്ചത് അവരാണ്, ഉക്രൈൻകാരാണ്, സെലൻസ്കിയാണ്. ഈ രീതിയിൽ മാറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, നിങ്ങൾ തന്നെയല്ലേ ഏകാധിപതി എന്ന് വിളിച്ചത്? എപ്പോൾ, എങ്ങനെ? ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വാക്ക് മാറുന്ന അവസ്ഥയിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് മാറുന്നു. കാരണം ഇത് വളരെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്തായാലും ധാതു നിക്ഷേപം വലിയ തോതിൽ ഉക്രൈനിൽ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഫ്രാൻസ് അടക്കമുള്ള പല രാജ്യങ്ങളും ചർച്ചകൾ നടത്തുകയായിരുന്നു. പക്ഷെ ഒറ്റയടിക്ക് വന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡീൽ അടിച്ചു കൊണ്ടുപോയി എന്നുള്ള തരത്തിലാണ്. ഇപ്പോൾ നാളെ വൈറ്റ് ഹൗസിൽ എത്തുകയാണ് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്തും. സ്വാഭാവികമായിട്ട് പെട്ടെന്നൊന്നും യുദ്ധം തീരാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈനിൽ നിന്ന് ക്രീമിയ ഭാഗത്തേക്ക് റഷ്യയുടെ മേലെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. 20 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യ പറയുന്നു. എന്തായാലും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ വലിയൊരു ഡെവലപ്മെൻ്റ് ഉള്ളത് ഹാഷ്മി, അവിടെ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു സമ്മിറ്റ് ഉച്ചകോടി മാർച്ച് 6-ാം തീയതി നടക്കാൻ പോകുന്നു. വ്ളാഡിമിർ സെലൻസ്കിയെ അവിടേക്ക് വിളിച്ചിട്ടുണ്ട്. ഉക്രൈനിൽ ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ എന്തൊക്കെ സെക്യൂരിറ്റി ഗ്യാരണ്ടിയാണ്, എന്ത് സുരക്ഷാ ഗ്യാരണ്ടിയാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചാണ് യൂറോപ്പ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഉക്രൈനിൽ ആക്രമിച്ച റഷ്യ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ ആക്രമിക്കില്ല എന്നെങ്ങനെ പറയുന്നു? അതിനിടയിൽ വലിയ സംഭവവാസങ്ങൾ വേറെയും നടക്കുന്നുണ്ട്. ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും വൈറ്റ് ഹൗസിൽ കൂടിക്കണ്ടു, പത്രസമ്മേളനം നടത്തി. സ്റ്റാർമർ പറഞ്ഞു സെക്യൂരിറ്റി ഇല്ലാതെ പറ്റില്ല ട്രംപ് എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ വളരെ സോപ്പിട്ടാണ് ട്രംപിനെ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റ് അടക്കമുള്ളവർ നേരിട്ട് ട്രംപിനെ കണ്ട് ചർച്ചകൾ നടത്തി. അപ്പോൾ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏതാണ്ട് ഒത്തുതീർക്കുന്ന അവസ്ഥയിലാണ്. ഉക്രൈൻ യുദ്ധം തീരാൻ സാധ്യത തെളിയുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ അതിന് സമയം പിടിച്ചേക്കാം. പക്ഷേ റഷ്യയുടെ നിലപാട് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. റഷ്യ പറയുന്നത്, തുർക്കിയിലെ അമേരിക്കയുടെയും റഷ്യയുടെയും പ്രതിനിധികൾ കൂടിക്കണ്ടിരുന്നു ഈ മണിക്കൂറുകളിൽ. അതിൽ പറയുന്നത് ഞങ്ങൾ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ ഒന്നും വിട്ടുകൊടുത്തിട്ട് ഒരു മധ്യസ്ഥ ചർച്ചയും നടക്കില്ലെന്നാണ്. അതിന് എത്രമാത്രം ഉക്രൈൻ വഴങ്ങും, യൂറോപ്പ് വഴങ്ങുമെന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ട്രംപ് തൻ്റെ ട്രംപ് കാർഡ് ഉപയോഗിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ധാതു നിക്ഷേപങ്ങൾ ഏതാണ്ട് ട്രില്യൺസ്, ലക്ഷക്കണക്കിന് കോടിയുടെ ധാതു നിക്ഷേപങ്ങൾ ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾ അതിനുവേണ്ടിയുള്ള പണം യുദ്ധത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്ന് അമേരിക്കനോട് പറയുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ധാതു നിക്ഷേപങ്ങൾ എടുക്കുക അത്ര എളുപ്പമല്ല എന്നുള്ള വാദവും ഉയരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത് കാണേണ്ടി വരും. ഒറ്റ കാര്യം കൂടിയുള്ളത് ഹാഷ്മി, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ തുടർന്നുള്ള വെടിനിർത്തൽ 1-ാം ഘട്ടം അവസാനിക്കുകയാണ്. ഈ ശനിയാഴ്ചയോടുകൂടി 2-ാം ഘട്ട വെടിനിർത്തൽ ആരംഭിക്കണം, അല്ലെങ്കിൽ വീണ്ടും യുദ്ധത്തിലേക്ക് പോകാം. അതിൻ്റെ ചർച്ചകൾ ഈജിപ്തിലെ കൈറോയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ആശ്വാസകരമാണ് കാര്യങ്ങൾക്ക്. കുറേ ബന്ദികളെ അങ്ങോട്ടും ഇങ്ങോട്ടും, ബന്ദികളെയും തടവുകാരെയും കൈമാറി അതിൻ്റെ ഒരു ജൂബിലേഷനിൽ ആഹ്ലാദ പ്രകടനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധവും തീരാനുള്ള സാധ്യതയാണ് കാണുന്നത്.